ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ പൊട്ടിച്ചേരിൽ സെക്കൻഡ് ഡേ ആണ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ റെഡി ആയിട്ട് ഫുഡെല്ലാം കഴിച്ചിരിക്കുകയാണ്. 8:30ക്ക് സ്റ്റാർട്ട് ചെയ്യും. ഒന്ന് മഹാബലിപുരം ആ സൈഡോട്ടാണ് പോകുന്നത്. കുറേ പഴയ കുറേ ടെമ്പിൾസും അങ്ങനത്തെയൊക്കെയാണ് ഇന്നുള്ളത്. അപ്പം ഇതായിരുന്നു ഞങ്ങൾ ഇന്നലത്തെ റൂം. ഞങ്ങളെല്ലാം പാക്ക് ചെയ്തിരിക്കുക. ഒരു ചെറിയ റൂമാണ്, പക്ഷെ നല്ലതായിരുന്നു. നല്ല റൂമൊക്കെയാണിത്. ഇത് സൂര്യ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണിത്. ഇത് പാക്കേജിലുണ്ടായിരുന്നായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെയായിരുന്നു ഇന്നലെ ഒരു 1 നൈറ്റ്. രാവിലെ 7 മണിക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് ഇന്നിപ്പോൾ 8:30 ചെക്കൗട്ട് ചെയ്യും. അപ്പം ഇന്നിപ്പോൾ എല്ലാം ചെക്കൗട്ട് ചെയ്തിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ നിന്ന് മഹാബലിപുരത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ പോണ്ടിച്ചേരി മെയിൻ സ്ഥലത്ത് തന്നെയാണ് നിന്നത്. അതായത് നമ്മുടെ ജിംബർ ഹോസ്പിറ്റലിനൊക്കെ അടുത്ത് തന്നെയാണ് നിന്നത്. അപ്പം അവിടെ നിന്ന് മഹാബലിപുരത്തേക്ക് ഓൾമോസ്റ്റ് 2 hours ട്രാവലുണ്ട്. ഞങ്ങൾ ബസ് തന്നെയാണ് പോകുന്നത്. അപ്പം മഹാബലിപുരത്ത് കുറേ ഫേമസ് ആയ കുറേ ടെമ്പിൾസും, പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കാഞ്ചീപുരത്തേക്ക് പോകും. പിന്നെ അവിടെയും കാഞ്ചീപുരത്ത് കുറേ കമാഷി ടെമ്പിൾ, അങ്ങനെ കുറേ സ്ഥലത്ത് പോകുന്നതാണ്. ഫസ്റ്റ് ഞങ്ങൾ വന്നത് പഞ്ചരത്താസ് എന്ന സ്ഥലത്താണ്. പല ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. ഞങ്ങളുടെ ഗൈഡ് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ കയറാൻ എൻട്രി ഫീ ഉണ്ട്. 50 രൂപയെന്ന് തോന്നുന്നു. അപ്പം അത്യാവശ്യം നല്ല രസമുള്ള കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു ടെമ്പിളാണിത്. അപ്പം നമുക്കിവിടെ ചുറ്റും കാണാനൊക്കെ പറ്റും. നല്ല ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റും. ഇതുപോലെ എന്തൊക്കെയോ പഴയ ഒരു ടെമ്പിളാണ്. പഞ്ചരത്താസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ അർജുൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ്. എവിടുന്ന ചെണ്ട മുട്ടുന്നുണ്ട് അല്ലേ? രാജാവിന്റെ കാലത്ത് ഓരോന്നും ഏറ്റവും വലുത് അർജുനൻ, ഇത് ഭീമൻ, അങ്ങനെ ഓരോന്നും കോൺസെപ്റ്റ് ഉണ്ട്. ഭംഗിയുണ്ട്. ഫുൾ കല്ലുകൊണ്ട് കൊത്തിവെച്ചത്. ഇത് അമ്പലം പൂജയൊന്നും കാണുന്നില്ല. ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ആ നല്ല വെയിലാണ്. ഇതിൻ്റെ അടുത്ത് നമുക്ക് നടന്നു പോയാൽ മഹിഷമർദ്ദിനി കേവ്, പിന്നെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കുറേ ഇങ്ങനെ പാറ കൊണ്ട് കൊത്തിവെക്കുന്ന പല രൂപങ്ങളും കാണാൻ പറ്റും. നമ്മുടെ രൂപങ്ങളും, പിന്നെ നമ്മുടെ അമ്മി, ഉരൽ, പിന്നെ നമ്മുടെ ചെറിയ പൊടിക്കുന്ന ആ ഒരു അമ്മി, പലതും നമുക്കിവിടെ വാങ്ങാൻ പറ്റും. ഇത് നിറയെ ഇതിൻ്റെ ഒരു മെയിൻ സ്ഥലമാണിത്. അപ്പോൾ നമുക്കിവിടുന്ന് വാങ്ങാനൊക്കെ പറ്റും. നമുക്കൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പോകുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ കൃഷ്ണാസ് ബട്ടർ ബോൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു എന്തോ സംഭവമുണ്ട് ഇവിടെ. അപ്പം ഇത് അത്യാവശ്യം നല്ല കയറാനൊക്കെ ഉണ്ട്. നല്ല വെയിലുണ്ട്, പക്ഷേ നല്ല തണുപ്പുമുണ്ട്. അതുകൊണ്ട് അത്ര ചൂട് അറിയുന്നില്ല. നല്ല കാറ്റുമുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് മഹാബലിപുരം കാണാമെന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ മഹാബലിപുരം ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും മുകളിൽ നിന്ന്.
ബ്രിട്ടീഷുകാരും ആരൊക്കെയോ പൊളിച്ച് കളഞ്ഞ മുഴുവൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചിലതൊക്കെ ഒന്നുമില്ലല്ലോ. അപ്പോൾ പണ്ടുണ്ടായിട്ടുണ്ടാവും നല്ലതൊക്കെ അവന്മാർ അളക്കി കൊണ്ടുപോയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. ഇതെന്താ പറഞ്ഞത്? എന്തോ ഉണ്ടായിരുന്നു, അത് റീകൺസ്ട്രക്ട് ചെയ്ത് വെച്ചാൽ പേരവിടെ ഈ ഒരു സംഭവങ്ങളൊക്കെ അടുത്തടുത്താണ്. നമുക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങി നമുക്ക് പലതും കവർ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ഇത് തന്നെ കല്ല് കൊത്തി വെച്ച കുറേ ടെമ്പിളും അങ്ങനെ കുറേ പൊട്ടിപ്പൊളിഞ്ഞ പഴയ ടെമ്പിളും അങ്ങനെ പല കാര്യങ്ങളും തന്നെയാണ് ഈ സ്ഥലത്തൊക്കെ ഉള്ളത്. അപ്പുറ സൈഡല്ലേ? ഇതിൻ്റെ പേര് കൃഷ്ണ മന്താപ്പ് അങ്ങനെ എന്തോ ആണ്. ഇതും അതേപോലെ എന്തോ ഒരു ഐതിഹ്യം കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്. ഒരു പഴയ ടെമ്പിളിൻ്റെ ഒരു ഭാഗമാണിത്. ഇനി പോകുന്നതും ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു ടെമ്പിളാണ്. ഇതൊരു ബീച്ച് സൈഡ് തന്നെ വരുന്ന ടെമ്പിളാണ്. നമ്മുടെ മഹാബലിപുരം ബീച്ചിൻ്റെ സൈഡിൽ തന്നെ വരുന്ന ടെമ്പിളാണിത്. നല്ല കാറ്റ്, കടൽക്കാറ്റ്. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് കാഞ്ചീപുരം സൈഡിലേക്കാണ്. കാഞ്ചീപുരം കാമാക്ഷി ടെമ്പിളും പിന്നെ വേറെ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്താ എക്കംബരേശ്വര ടെമ്പിൾ, കാമാക്ഷി ടെമ്പിൾ ഇതൊക്കെ ഈ ഒരു സൈഡിലാണുള്ളത്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കാഞ്ചീപുരം തന്നെ ഒരു പഴയ ടൗണാണിത്. വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു പഴയ ടൗൺ കാണാൻ പറ്റും. ഇത് ഇതാണ് ഏകംബരേശ്വര ടെമ്പിൾ. നല്ല പഴയ ഒരു ടെമ്പിളാണ്. നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ. വലിയ ടെമ്പിളാണ്.
അവിടെ ഞങ്ങൾ തിരിച്ച് കാമാക്ഷി ടെമ്പിളെത്തി. അത്യാവശ്യം കുറേ ക്യൂ നിൽക്കേണ്ടി വന്നു ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ സുഖമായിട്ട് തൊഴിലൊക്കെ ചെയ്തു. പുറത്തുനിന്ന് കുറച്ച് സ്പെൻഡ് ചെയ്യാണ്. നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇഷ്ടംപോലെ കാഞ്ചീപുരം കാഞ്ചീപുരം സാരീസ് കടകളൊക്കെ ഞങ്ങളോട് പറഞ്ഞ് നോക്കി വാങ്ങണം, അല്ലെങ്കിൽ അവർ നമ്മൾ പറ്റിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ കുറേ ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ മോണ് പുറത്ത് നടക്കാൻ പോവുകയാണ്. ടൈം ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഈ 2 ദിവസത്തെ പോണ്ടിച്ചേരി എൻ്റെ മഹാബലിപുരം ട്രിപ്പ്. പോണ്ടിച്ചേരി ഞാൻ പറയുകയാണെങ്കിൽ എനിക്കത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കാണാനൊന്നുമില്ല. പിന്നെ ഇത്തിരിയെങ്കിലും വേർത്തായി തോന്നിയത് ഈ മഹാബലിപുരത്തേക്കും കാഞ്ചീപുരത്തേക്കും വന്നതിന് ശേഷമാണ്. ഇപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.